നമസ്കാരം. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ജൈവ ഇന്ധനങ്ങൾ ചേർക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു വലിയ വിജയം കണ്ടിരുന്നു. ഇതിലൂടെ വലിയ തോതിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ ഉദ്ഗമനവും അതുപോലെ നമ്മുടെ ഡോളർ കരുതൽ ശേഖരത്തിലും വർധനവും എല്ലാം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ഇത് അത്ര ശരിയായ രീതിയിലായിരിക്കില്ല മുന്നോട്ട് പോവുക എന്നുള്ള സംശയത്തിലാണ് ഇന്ത്യയിലെ ചില ശാസ്ത്രജ്ഞന്മാർ എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും. പലപ്പോഴും ഇന്ത്യ വലിയ തോതിൽ നടത്തുന്ന വിജയങ്ങളെ ചെറുതാക്കി കാണിക്കാൻ അവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണോ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. E20 എന്നറിയപ്പെടുന്ന എത്തനോളാണ്, നമുക്ക് എത്രമേ നിർമ്മിക്കുന്ന ജൈവ വസ്തുവായ എത്തനോളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കൂട്ടിക്കലർത്തി ഇപ്പോൾ വിപണിയിലെത്തിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും നമ്മുടെ റോഡുകളിൽ നിന്ന് മാത്രം നമുക്ക് സങ്കല്പിക്കുന്നതിൽ അപ്പുറമുള്ള കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും ഉദ്ഗമനം ചെയ്യുക എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എത്തനോൾ പോലെയുള്ള ജൈവ ഇന്ധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെ കുറയ്ക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ അത്രത്തോളം പ്രായോഗികമാണ് എന്നാണ് പലരും പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ വിപണിയിലുള്ള പല വാഹനങ്ങളിലും എത്തനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിന് മൈലേജ് കുറയുകയാണ് എന്നൊരു വലിയ പരാതി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരവധി പേർ തങ്ങൾ ജൈവ ഇന്ധനം ഉപയോഗിച്ചതിലൂടെ തങ്ങളുടെ വാഹനങ്ങളുടെ മൈലേജ് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ചില വാഹനങ്ങളിൽ അതിൻ്റെ യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നുണ്ട് എന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യയിലെ മാരുതി ഉൾപ്പെടെയുള്ള പ്രമുഖ കാർ കമ്പനികൾ ഇതിനായി പ്രത്യേക കിറ്റ് തയ്യാറാക്കുന്നുണ്ട് എന്ന്, ഇതിന് 6000 രൂപ വില മാത്രമേ വരികയുള്ളൂ എന്നുമൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അതേക്കുറിച്ച് ഇനിയും ആധികാരികമായി ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. 2009 മുതൽ തന്നെ ഹോണ്ട പുറത്തിറക്കുന്ന പല കാറുകളിലും ഈ എത്തനോൾ സംവിധാനം, അതായത് E20 സംവിധാനം ഉപയോഗിക്കാനുള്ള ക്രമീകരണങ്ങൾ അവരുടെ കാറുകളിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊന്നും തന്നെ ഫലപ്രദമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാകട്ടെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. ഈ വാർത്തകളൊക്കെ തന്നെ ദുരപരിഷ്ഠിതം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ യാതൊരു തരത്തിലുള്ള പരാതികളും ഉയരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല പെട്രോളിയം മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നതിന് വേണ്ടി ചില്ലറ മാറ്റങ്ങൾ വരുത്തിയാൽ മതി എന്നാണ്. ഇത് സർവീസ് നടത്തുന്ന സമയത്ത് തന്നെ മാറ്റം വരുത്താവുന്നതാണ്. ഇതിന് വലിയ ചിലവ് വരികയില്ല. ഇത് ഒരു തരത്തിലും വാഹനത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയില്ല എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഇനിയും സമയമെടുക്കും ഇതിൻ്റെ കാര്യക്ഷമത കൃത്യമായി തന്നെയാണോ നടപ്പിലാക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഭക്ഷ്യ മേഖലയിലെ കർഷകർ ചൂണ്ടിക്കാട്ടുന്ന വലിയൊരു വിഷയം, കരിമ്പ്, ചോളം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് ഈ എത്തനോൾ നിർമ്മിക്കുന്നത്. വലിയ തോതിൽ ഇത് നമ്മുടെ നാട്ടിലെ ഇന്ധന ഉൽപ്പാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ധനം ചേർക്കുന്നതിന് വേണ്ടി ഇവ മാറ്റിവെക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷ്യസാധനങ്ങളെ ഗുരുതരമായി ബാധിക്കുക. നമുക്ക് തന്നെ അറിയാം, പഞ്ചസാര പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അതിലെ ചോളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. അവയ്ക്കെല്ലാം തന്നെ വലിയ തോതിൽ ക്ഷാമം നേരിടുകയാണെങ്കിൽ അത് മറ്റൊരു രീതിയിൽ രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഈ ഭക്ഷ്യ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഭക്ഷ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കായിരിക്കും ഒരുപക്ഷെ അത് മാറുക എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിലെ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാഹനങ്ങൾ ഇനിയും വർഷങ്ങളോളം ഓടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രകൃതിയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തെ തന്നെ ഏറ്റവും മലിനീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്തേക്ക് എത്തുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ഏതായാലും E20 എന്ന ഈ എത്തനോൾ ഇന്ധനം വിപണിയിൽ എത്തുമ്പോൾ അത് ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചതിനും 5 വർഷം മുമ്പേ അതിൻ്റെ പ്രക്രിയ വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഒരുപക്ഷെ ഈ ഇന്ത്യ കൈവരിച്ച നേട്ടത്തെ താഴ്ത്തിക്കെട്ടുന്നതിനാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്നത്. നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഭാവിയുടെ വാഹനമായി E20 എന്ന എത്തനോൾ മാറും എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. നമ്മുടെ നാട്ടിൽ വ്യാപകമായി നമുക്ക് വളരെ സമർത്ഥമായി ലഭിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ മിശ്രം നടത്തി വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫലപ്രദമായി അന്തരീക്ഷ മലിനീകരണം കുറച്ച് അതുപോലെ വലിയ തോതിലുള്ള ഇറക്കുമതിയിലൂടെ നമുക്ക് നഷ്ടമാകുന്ന പണം ഒഴിവാക്കാനൊക്കെ തന്നെ ഇത് കഴിയുമെന്ന് തന്നെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്.